ബാധ്യതയാക്കപ്പെട്ടിരിക്കുന്നു. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാം നേടിയെടുത്തിട്ടുള്ളത്. കുറേ പ്രതിസന്ധി തരണം ചെയ്തിട്ടാണ് എല്ലാം നേടിയെടുത്തത്. അവരുടെ സമ്പാദ്യത്തിൻ്റെ പകുതി കൊടുത്തവരുണ്ട്, സമ്പാദ്യത്തിൻ്റെ മുഴുവൻ കൊടുത്തവരുണ്ട്, ജീവൻ നൽകിയവരുണ്ട്, എല്ലാം നൽകിയവരുണ്ട്, നാട് വിട്ടവരുണ്ട്. ഹിജ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇസ്ലാമിന് വേണ്ടി രാജ്യം വിട്ടതാണ്. അൽ മുഹാജിറു മൻ സാറ കൽ ഹാജർ എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹാജറിനെ പോലെ ആയവനാകുന്നു. ഹാജർ എന്ന് പറഞ്ഞാൽ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഹാജർ എന്നാണ് ഒറിജിനൽ പേര്. നമ്മൾ പറഞ്ഞിട്ട് ഹാജറ എന്നായതാണ്. അങ്ങനെ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. ഹാജറിനെ പോലെ ആയവനാണ് മുഹാജിർ. എന്താ ഹാജറിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് മടങ്ങുകയാണ്. കൊണ്ടേയിട്ടുങ്ങാണ്ട് മടങ്ങി എന്നൊന്നും പറയരുത്. ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്നാണ് പറഞ്ഞത്. അസ്കന എന്ന് പറഞ്ഞാൽ താമസിപ്പിച്ചു എന്നാണ്. ഒരു മരത്തിൻ്റെ ചോട്ടിൽ ടെൻറ്റ് കെട്ടിയിട്ട് അതിൽ താമസിപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മടങ്ങുകയാണ്. ആ സമയത്ത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവേ, ഇനിയും ഈ ഒരു ചെറിയ കുട്ടിയും ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ എവിടുക്കാ പോയി പോണത് എന്ന് ചോദിച്ചു. നമ്മളെ മലപ്പുറം ഭാഷയിൽ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചു. അതിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കിയില്ല. എന്താ തിരിഞ്ഞു നോക്കാഞ്ഞത്? മറുപടി ഇല്ല. എന്താ പറയാ? രണ്ടാമതും ചോദിച്ചു, ഇനിയും ചെറിയ ഈ ഒരു കുട്ടിനെയും കൂടി ഇവിടെ ഈ ടെൻറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് എന്താ മനസ്സങ്ങളൊന്നും ഉണ്ടാതെ പോണത് എന്ന് ചോദിച്ചു. തിരിഞ്ഞു നോക്കിയില്ല, മറുപടി ഇല്ല. മൂന്നാമത് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, നിങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി കിട്ടി. അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഞാൻ അതെ അള്ളാഹു പറഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഇതെല്ലാം യുളയ്യൂനല്ലാ, നിങ്ങൾക്ക് മനസ്സിലാ അത് പറഞ്ഞാൽ പോരെ? അള്ളാഹ് പറഞ്ഞിട്ടാണ് ഇവിടെ ആക്കിയതെങ്കിൽ അള്ളാഹു ഞങ്ങളെ വെറുതെ ആക്കൂല എന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ തവക്കുല് എന്ന് പറയണത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. എല്ലാ വിഷയങ്ങളുടെയും വിജയം തവക്കുലിൻ്റെ വിജയമാണ്. മക്കൾ നന്നാവാൻ എന്ത് വേണം? മക്കളെ അല്ലാഹു തആല കേൾപ്പിക്കണം. തവക്കുലിൻ്റെ വിജയമാണത്. ഏത് വിഷയം ജയിക്കണോ തവക്കുലുണ്ടാണ്. നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കെന്ന് വിളിക്കുകയാണ്, ഹയ്യാലസ്സലാ, നിസ്കരിക്കാൻ വരീ. അപ്പൊ ശരിക്കാണെങ്കിൽ എന്താ മറുപടി? ഞാൻ അതാ വരുന്നു എന്നാണ്. പക്ഷെ പറയാൻ പറഞ്ഞാൽ എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഉന്നതനും മഹാനുമായ അള്ളാഹ് വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല. അതാണ് തവക്കുല് പറഞ്ഞത്. നിസ്കരിച്ചാനെ വിളിച്ചാണ്ട് കാര്യമില്ല, പഠിച്ചവൻ വിചാരിച്ചാലേ വരാൻ കഴിയുള്ളൂ. എല്ലാ പ്രധാനപ്പെട്ട ദിക്റും തവക്കുലിന്റെ ദിക്റാണ്. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ തവക്കുലിന്റെ ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം തവക്കുലിന്റെ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ തവക്കുലിന്റെ ദിക്റാണ്. എല്ലാ പ്രധാനപ്പെട്ട ദിക്റുകളും തവക്കുലിൻ്റെയാണ്. അതുകൊണ്ട് തവക്കുലിൻ്റെ വിജയമാകുന്നു യഥാർത്ഥ വിജയം. ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹക്ക് ഉണ്ടായത് തവക്കുലാണ്. അള്ളാഹ് പറഞ്ഞിട്ടാണ് ഇവിടെ ആക്കണമെങ്കിൽ പിന്നെ ബേജാറാണ്ട, നിങ്ങൾ പോയിക്കൊള്ളിയാറ്. അവർക്ക് സന്തോഷമായി. എന്നാലും നോക്കാൻ തോന്നിയില്ല. തിരിഞ്ഞു പോന്നിട്ട് ഒരു ചെറിയ കുന്നിൻ്റെ അപ്പുറത്തിയതിന് ശേഷം കാണൂലാന്ന് ഉറപ്പായപ്പോൾ തിരിഞ്ഞു നിങ്ങാണ്ട് തോരുന്നു, പഠിച്ചോനെ എൻ്റെ കുട്ടികൾക്ക് ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ എന്തോരുന്നു. എൻ്റെ മക്കൾക്ക് ഭൂമിയിലെ സമറാത്തിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണേ. സമറാത്ത് എന്നുള്ളതിന് പഴങ്ങൾ എന്നും ഫലങ്ങൾ എന്നും അർത്ഥം വെക്കാം. ഏതർത്ഥം വെച്ചാലും നമുക്കുള്ള പഴങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയുടെ അനന്തര ഫലമാകുന്നു. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി തോർന്നിട്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പോയി. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരു തോൽപാത്രത്തിൽ വെള്ളവും മറ്റൊരു തോൽപാത്രത്തിൽ കാരക്കയും ഉണ്ടായിരുന്നു. വെള്ളം കുടിച്ചു, കാരക്ക തിന്നു, കുട്ടിക്ക് മുലപ്പാൽ നൽകി. വെള്ളം തീർന്നു, കാരക്കയും തീർന്നു, അതിനാൽ മുലപ്പാലും തീർന്നു.
പടച്ചോനെ എൻ്റെ കുട്ടിക്കൊരു തുള്ളി വെള്ളം വേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിച്ചു, ശക്തമായ ആഗ്രഹം. അങ്ങനെ കുട്ടിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടത്തിയിട്ട് ഇബ്രാഹിം നബി ആക്കി ആ സ്ഥലത്ത് ഇങ്ങനെ കിടത്തി. എന്നിട്ട് ആദ്യം സഫ എന്ന കുന്നിൻ്റെ അടുത്ത് പോയിട്ട് ഒരാൾ ഉയരത്തിൽ ഇങ്ങനെ കയറിയിട്ട് വെള്ളം ഉണ്ടോ നോക്കിയപ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ഒരു ചെന്നായ ഇങ്ങനെ ഓടി വരുന്നത് കണ്ടു. അപ്പോൾ ആജറാബി അവിടുന്ന് ഓടി വന്നിട്ട് ചെന്നായനെ ആട്ടിങ്ങാണ്ട് പിന്നെ മറുവയിലേക്ക് പോയി. ശരിക്ക് വേണ്ട എന്താ? ശരിക്ക് വേണ്ടത് ആകെ 2 തോൽപാത്രം ഉള്ളത്, എടുത്താണ് തോളിക്കിടുക, കുട്ടീനെ എടുത്തുങ്ങാണ്ട് കയ്യിലും പിടിക്കുക. എന്താ ഇസ്മായിൽ ഏറ്റവും വന്നാത്തായിരുന്നു അലൈഹിസ്സലാം? അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെന്തേ അങ്ങനെ ചെയ്യാൻ? ഇത് ഇവിടെ അള്ളാഹ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ എടുത്തില്ല. അത് ചോദിച്ചിരുന്നു ആദ്യം, ഇത് ഇവിടെ ആക്കാൻ പറഞ്ഞാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്നെ ഞങ്ങളവിടെ ആക്കാൻ പറഞ്ഞതാന്ന് ആദ്യം ചോദിച്ചിരുന്നു, അപ്പോൾ ആന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തില്ല. അതാണ് തവക്കുൽ പറഞ്ഞത്. അള്ളാഹ് അവിടെ നിർത്താൻ പറഞ്ഞാൽ പിന്നെ അവിടെ നിർത്തുക. അതാണ് ഹാജറാബിയുടെ തവക്കുൽ പറഞ്ഞത്. അൽ മുഹാജിർ മൻ സാറക്കൽ ഹാജർ. തവക്കുൽ കൊണ്ട് അതിജയിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയില്ല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. തവക്കുലിന്റെ ഉദാഹരണമായിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പക്ഷികളെയാണ്. തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിതാന. റിയാദുസ് സാലിഹീൻ ഹദീസ്. നേരം പുലർന്നാല് പക്ഷികൾ ഒട്ടിയ വയറുമായി യാത്ര തിരിക്കുന്നു, വൈകുന്നേരം മടങ്ങി വരുമ്പോൾ നിറഞ്ഞ വയറുമായി മടങ്ങി വരുന്നു. നാളെ കൊന്നെടുത്തക്കൂല. ഒരു പക്ഷി പോലും വിശന്ന് രാത്രി ഉറങ്ങുന്നില്ലെന്നാണ്. നമ്മൾ നാടൻ കോയിനെ അറുത്താല് അതിൻ്റെ ചീല എന്ന് പറയും, അത് കെട്ടയച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളാരം കല്ലുണ്ടാവും. എന്താ കാരണം? വൈകുന്നേരം കൂട്ടിക്ക് പോകാൻ സമയത്ത് പള്ളയിൽ കുറച്ചും കൂടി സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ കോഴികൾ കല്ല് തിന്നിട്ടാണ് പോയി കിടക്കുള്ളൂ. കല്ല് ദഹിക്കാനുള്ള സംവിധാനം അല്ലാഹു കോഴിക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ കോഴിയുടെ പ്രത്യേകത? തവക്കുലാണ്. നമ്മൾ കല്ലെന്നാൽ എന്താ? അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവും. നമ്മൾ എന്നാൽ കോഴിക്ക് ഉണ്ടാവില്ല. എന്താ കാരണം? തവക്കുലുണ്ട് കോഴിക്ക്. അതുകൊണ്ട് തന്നെ കോഴിക്ക് കല്ല് ദഹിക്കാനുള്ള സംവിധാനം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തവക്കുലുള്ള എല്ലാ ജീവികൾക്കും അല്ലാഹു സംവിധാനം. ഈ മൃഗങ്ങളിൽ നിന്ന് പക്ഷികളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പാഠം പഠിക്കാണ്ട് എന്നാണ്. മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. പൂച്ചയിൽ നിന്ന് പഠിക്കാനുണ്ട്, നായയിൽ നിന്ന് പഠിക്കാനുണ്ട്. പൂച്ച വീടിനെ സ്നേഹിക്കും, നായ വീട്ടുകാരനെ സ്നേഹിക്കുന്നതാണ്. ഹയാത്തുൽ ഹയവാനിൽ പറയുന്നുണ്ട്, നായ വീട്ടുകാരനെ സ്നേഹിക്കും. ഒരു ദിവസമോ 2 ദിവസമോ ചോറെടുത്തു നായ്ക്ക്, പിന്നെ ചോറെടുക്കാൻ മറന്നുങ്ങാണ്ട് മൂപ്പര് സഫർ പോയി, ഗേറ്റും പൂട്ടിങ്ങാണ്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വന്ന് ഗേറ്റ് തുറന്നാലും നായ് വാലാട്ടി കാണിക്കും. എന്തേ? ഒരാഴ്ച മുമ്പ് കൊടുത്ത ഭക്ഷണത്തിന് നന്ദി. പിന്നെ ഒരാഴ്ച കൊടുത്തില്ല എന്നുള്ളത് മൂപ്പർക്ക് പ്രശ്നമല്ല. നമ്മൾ കിട്ടാത്തത് മാത്രം ഓർമ്മ ഉണ്ടാവും, കിട്ടിയത് ഓർമ്മ ഉണ്ടാവില്ല. വണ്ടി തട്ടിയ ഡേറ്റ് നല്ല ഓർമ്മയിക്കാരം, വണ്ടി വാങ്ങിയ ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല. തന്നെ അരമണിക്കൂർ തലവേദനയുണ്ടാകുമ്പോഴേക്ക് തലവേദനയില്ലാത്ത 23.5 മണിക്കൂർ മറന്നുപോയി. തലവേദന ഉള്ളത് അരമണിക്കൂറാണ്. അരമണിക്കൂർ പല്ലുവേദനയുണ്ടാകുമ്പോഴേക്ക് പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂറും മറന്നുപോയി. നമുക്ക് തോന്നും എന്നും ഈ അലാക്കിന്റെ വേദന തന്നെ എനിക്ക് എന്നാണ്. അന്നും കൂടി 23.5 മണിക്കൂർ ഉണ്ടായിട്ടില്ല, അതോനെ ഓർമ്മയില്ല. അങ്ങനെയാണ് സംഗതി. എന്താ വിഷയം? അപ്പം എന്താ സംഭവിച്ചാൽ മൃഗങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാണ്ട്. നായ വീട്ടുകാരനെ സ്നേഹിക്കും, പൂച്ച വീടിനെ സ്നേഹിക്കും. ഒരാള് നായനെ വളർത്താൻ പറ്റൂല എന്നുള്ളതല്ല ഇപ്പം ഈ പറഞ്ഞത്. വളർത്തിയെന്ന് വിചാരിച്ചോളി, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ വിചാരിക്കണേന്. ഒരാൾ നായനെ വളർത്തിയാൽ അങ്ങനെ പോകുമ്പോൾ അവൻ്റെ ഒപ്പം നായും പോരും. എന്നിട്ടോ അങ്ങനെ പീഡിയക്കൊലയും ഒരു പേപ്പർ വിരിച്ചിട്ടാണ് കടന്നാൽ നായ അതിൻ്റെ അടുത്തോന്നിട്ടാണ് കിടക്കും. നായ വീട്ടുകാരനെ സ്നേഹിക്കും. എന്നാൽ പൂച്ച ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ ഇങ്ങോട്ട് മടങ്ങി വന്നാണ്ട് ഞാവൂ എന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഈ പെരയെ തന്നെ നിൽക്കട്ടെ എന്നാണ്. പൂച്ച വീടിനെ സ്നേഹിക്കുന്നു, നായ വീട്ടുകാരനെ സ്നേഹിക്കുന്നു. മൃഗങ്ങളിൽ നിന്ന് ഒരുപാട് നന്ദി ശരിക്ക് നായയിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നാണ്. നന്ദി എന്ന് പറഞ്ഞ സാധനം നായയിൽ നിന്നാണ് പഠിക്കേണ്ടത്. എല്ലാ ജീവികളും തവക്കുലുള്ള ജീവിയാണ്. മനുഷ്യന് മാത്രമാണ് അതിൽ പ്രയാസമുള്ളത്. അപ്പൊ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് തഗ്ദൂ ഹിമാസൻ വതറൂഹു ബിതാനയായ പക്ഷികളെയാണ്. വിശന്ന വലഞ്ഞ വയറുമായി രാവിലെ പോവുകയും നിറഞ്ഞ വയറുമായി
വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്ന പക്ഷികൾ അവർ തവക്കുലാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹാക്ക് തവക്കുലായിരുന്നു. ആ തവക്കുലിന് അള്ളാഹു ഒരു റിസൾട്ട് നൽകി. അതാണ് സംസം വെള്ളം എന്ന് പറഞ്ഞത്. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുന്ന ആൾക്കാർ കന്നാസിലാക്കി കൊണ്ടുവരും. അവിടുന്ന് ഇഷ്ടം പോലെ കുടിച്ചിട്ട് പോരാത്തത് കന്നാസിൽ കൊണ്ടുവരും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളോളമായി കൊണ്ടുവരുന്ന വെള്ളം സംസം. അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ മനസ്സാണുള്ളത്, ഒരു പെണ്ണിൻ്റെ മനസ്സാണ്. ആ പെണ്ണിൻ്റെ പേര് ഹാജറ ബീവി എന്നായിരുന്നു. എൻ്റെ കുട്ടിക്കൊരു തുള്ളി വെള്ളം തരുമോ എന്ന തവക്കുലിൻ്റെ ആലാമർത്തബയിലുള്ള വിചാരം. ഒരു ഉമ്മ ആ ഉമ്മാൻ്റെ കുട്ടിക്ക് വേണ്ടി അതിശക്തമായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് അള്ളാഹു തആല നൽകിയാൽ അത് ആ കുട്ടിക്ക് മാത്രമല്ല ഉപകാരം ചെയ്യുക, എല്ലാ കുട്ടികൾക്കും എല്ലാ വലിയവർക്കും ഉപകാരം ചെയ്യുമെന്നതിൻ്റെ തെളിവാണ് സംസം വെള്ളം. ഒരു ഉമ്മാൻ്റെ ആഗ്രഹമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ലോകത്ത് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഉമ്മാരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഇങ്ങനെ വലിയ സ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണ് കാണാത്ത ആളായിരുന്നു. ഉമ്മ പറഞ്ഞ ഉമ്മാന്റെ ആഗ്രഹമാണ് 4000 അല്ലെങ്കിൽ 40,000 ഉസ്താദുമാരിൽ നിന്ന് ഇൽമ നേടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു 4000 എന്ന് ചുരുക്കി കൂട്ടിക്കോളി, 4 പോലും മര്യാദയ്ക്ക് നമുക്കില്ല. ഉള്ള ഒന്നെ ഓർമ്മയില്ല. അങ്ങനെയാണ് നമ്മള്. 1-ാം ക്ലാസ്സിലെ ഇബ്രാഹിം മല്ലാക്കാനെ ഓർമ്മയില്ല, 2-ാം ക്ലാസ്സിലെ മമ്മുസ്താദിനെ ഓർമ്മയില്ല, 3-ാം ക്ലാസ്സിലെ ഇബ്രാഹിം ഉസ്താദിനെ പിന്നെ ഓർമ്മയില്ല, 4-ാം ക്ലാസ്സിലെ അസീസ് ഉസ്താദിനെ ഓർമ്മയില്ല. മറന്നു. മൂപ്പർ ഏതാ നാട് എന്ന് തന്നെ അറിയില്ല. കണ്ണട വെച്ചിരുന്നു. അതപ്പോ അവൻ ആകെ ഓർമ്മയുള്ളത്. ആകെ ഓർമ്മയുള്ളത് എന്ത്? കണ്ണട വെച്ചിരുന്നു എന്ന് മാത്രമേ ഓർമ്മയുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല. അന്വേഷിക്കണം. ഉസ്താദ്മാരെ ഓർമ്മ വേണം. ഉസ്താദ്മാരെ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് ദ്വാരപ്പിക്കണം. വഫാത്തായിട്ടുണ്ടെങ്കിൽ കബറിന് ചെന്ന് ഫാത്തിഹോദനം, ഇല്ലെങ്കിൽ ഫാത്തിഹ ഉള്ളിടത്തുനിന്ന് ഓതിയിട്ട് അയച്ചു കൊടുക്കലും വേണം. അതൊക്കെയാണ് ജീവിതത്തിന്റെ വിജയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തവക്കുലിന്റെ ഉദാഹരണമാണ്. ബലിപെരുന്നാളിൻ്റെ ഓർമ്മയിലോടി എത്തുന്നുണ്ടൊരു വദനം, വലിയ പ്രതീക്ഷകൾക്കൊടുവിൽ കിട്ടിയ അരുമക്കുഞ്ഞിൻ വദനം, മാതാവിൻ വിരിമാറിൽ നിന്നു മടർന്നു മിനാത്തന്മാരിൽ, മതിയൊളി കൊക്കും പുഞ്ചിരി തൂകി ബലിയാടായി പൂമോൻ, വിശ്വചരിത്രത്താളുകളൊക്കെ പരതു കാണാനാമോ, വിസ്മയമുറ്റിയായി കഥയോർത്താൽ ഹർഷം മാറിപ്പോമോ, ദാഹം പരവശനാക്കിയ നേരം ചുണ്ടു പിളർന്നു കരഞ്ഞു, ദാരുണരംഗം കണ്ടാൽ ഹാജറ വെള്ളം തേടി അലഞ്ഞു, സഫയും മർവയും കുഞ്ഞിൻ നിലവിളി കേട്ടു തകർന്നു കഴിഞ്ഞു, സൈകത പൂവിന് ഹൃദയമലിഞ്ഞ അവൾ മാറു തുറന്നു കനിഞ്ഞു, ഇസ്മായിലിൻ ദാഹം തീർക്കാൻ അന്നുറ പൊട്ടിയ സംസം, ഇന്നും ഇബ്രാഹിം തൻ മക്കളെ നൊമ്പരം മാറ്റും തീർത്ഥം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംസമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റുന്നതാകുന്നു. സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്താ അതിന്റെ പിന്നിലെ രഹസ്യം? തവക്കുലാണ്. സംസമിന്റെ പിന്നിലെ രഹസ്യം തവക്കുലാണ്. തവക്കുലുള്ളവന് വിജയിക്കാൻ കഴിയും, അല്ലാത്തവർ പരാജയപ്പെടും. ലോകത്ത് ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചത് തവക്കുൽ കൊണ്ടാകുന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. ഒരുപാട് ഉമ്മത്തികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ഉമ്മത്തികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ ഉമ്മത്തികളുടെയും നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും ഭാഗ്യം കിട്ടിയ ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലുക്കും ഫിദ്ദുനിയ ഇയ്യായ, ദുനിയാവിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാണ്, നിങ്ങൾ എൻ്റെ ഉമ്മത്തായതാണ്. നാളെ അന്ത്യനാളിൽ ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കുന്നതും നമ്മളെയാണ്. ആദ്യമായി വിചാരണ നടക്കുന്നതും കഴിയുന്നതും നമ്മുടേതാണ്. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമുക്കാണ്. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുണ്ടാവുകയും മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. നാളെ മഹ്ശറയിൽ എൻ്റെ ഉമ്മത്തിൻ്റെ പെരുപ്പം കണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. സ്വഹാബത്തിൽ നിന്നും നബിതങ്ങളിൽ നിന്നും മാതൃക സ്വീകരിക്കണം. ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും.
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അഭിമുഖീകരിച്ച അത്ര പ്രതിസന്ധി ഒന്നും നമുക്ക് ഏതായാലും ഉണ്ടാവൂല. അത്ര പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടിയും വരൂല. മുസ്തഫായ നബി തങ്ങളെ കുറിച്ച് പറയേണ്ട മാസമാണ് റബീഉൽ അവ്വൽ പറയുന്നത്. റബീഉൽ അവ്വൽ